നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്. അവർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിൽ MP-മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി. അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. അസ്സലാമു അലൈക്കും. ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല. ഇന്നലെ ഒരു പ്രോഗ്രാം എൻ്റെ കണ്ണിൽപ്പെട്ടു. അതായത് തിരുത്ത് എന്നായിരുന്നു അതിൻ്റെ പേര്. ഹുദവികളായിരുന്നു അത് കണ്ടക്ട് ചെയ്തത്. അതായത് ഹുദവികളായിട്ടുള്ള ചെറിയ കുട്ടികൾ സമസ്തയുടെ മുഷാവറക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സംരക്ഷണം നൽകണം, ഒരു ഉസ്താദിന് എങ്ങനെ സംരക്ഷണം നൽകണം എന്നുള്ളതൊക്കെ സമസ്തക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഞാൻ ഇന്നലെ കണ്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും ഞാനിതിനെ റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സമസ്ത എന്ന പണ്ഡിത സഭയെ ഒരു ചെറിയ വിദ്യാർത്ഥി സമൂഹം തിരുത്തുന്നത് കണ്ടപ്പോൾ ശരിക്കും വേദന ഉണ്ടായി. ആ വേദനയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇവരൊക്കെ വലിയ പ്രശ്നം വരുന്നത് ഈ ഉസ്താദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രാഷ്ട്രീയക്കാരായിട്ടുള്ള ഉമറാക്കളും അതുപോലെ തന്നെ ഉലമാക്കളും എടുത്തില്ല, അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല, അദ്ദേഹത്തെ മാധ്യമങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു. ആ രീതിയിലുള്ള സംസാരമാണ് കണ്ടത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് തിരുത്താൻ അവസരമുണ്ടായിരുന്നിട്ട് കൂടിയും അദ്ദേഹം തിരുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സമസ്തയുടെ മുഷാവറ അംഗങ്ങളോ സമസ്തയോ അല്ലെങ്കിൽ ലീഗിൻ്റെ ഉന്നതരായ നേതാക്കളോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇനി അഥവാ പ്രൊട്ടക്റ്റ് ചെയ്തെങ്കിൽ തന്നെ അതിന് എന്തായിരിക്കും ഒരു എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പൂർണ്ണമായിട്ട് എടുത്താൽ, അദ്ദേഹത്തിൻ്റെ വിവാദമായിട്ട് സ്റ്റേറ്റ്മെൻറ്റിനെ എടുത്താൽ എന്തായിരിക്കും അതിൻ്റെ കോൺസിക്വൻസ് എന്നാണ് ഞാനിതിൽ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കുറേ മാന്യന്മാരെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ കേരളത്തിൽ കുറേ മാന്യന്മാരുണ്ട്. ആ മാന്യന്മാരിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, MP-മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി ഉണ്ട്. അവർക്കൊക്കെ എന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ എന്തുണ്ട്? ഒരു ഭാര്യ ഉണ്ടാകും, ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാകും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കൺക്ലൂഡ് ചെയ്തെടുക്കാൻ കഴിയുന്നത്, കുറേ മാന്യന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വൈഫ് ഇൻചാർജുമാരുണ്ടാകും. വൈഫ് ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ടേമല്ല. അതുപോലെ കുറേ മാന്യന്മാരായ MP-മാർക്ക് വൈഫ് ഇൻചാർജുമാരുണ്ടാകും. അതുപോലെ MLA-മാർക്ക് വൈഫ് ഇൻചാർജുമാരുണ്ടാകും. മന്ത്രിമാർക്ക് വൈഫ് ഇൻചാർജുമാരുണ്ടാകും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആകത്തുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത ഹോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കല്ല. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്പെസിഫിക്കായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി രാഷ്ട്രീയക്കാരെടുക്കുകയെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെടുക്കാൻ കഴിയില്ല. അതിൻ്റെ റീസണൊക്കെ അടുത്തൊരു സ്ലൈഡിൽ വരുന്നുണ്ട്. ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാകും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിലേറ്റവും കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാകും എന്നതൊരു അറിവാണ്. ആ അറിവ് ഒരാൾക്ക് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ പബ്ലിക്കലി എല്ലാവരും അറിഞ്ഞൊരു സാധനം, ഓക്കെ, ന്യൂസിലൊക്കെ വന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുഖാന്തരം എന്തെങ്കിലും പബ്ലിക്കലി അറിഞ്ഞൊരു സാധനമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഉസ്താദിന് ഈ ഒരു അറിവുണ്ടാകാം, അദ്ദേഹത്തിന് പറയാം. നമ്മുടെ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരെ കുറിച്ചോ ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയക്കാരെ കുറിച്ചോ ജനറലായിട്ട് എൻ്റെ അറിവിൽ അല്ലെങ്കിൽ ആരറിവിലും ഉണ്ടായിക്കോണമെന്നില്ല, 100% ഉറപ്പാണെന്ത് ജനറലി എന്തില്ല, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. അതായത് എല്ലാവർക്കും വൈഫ് ഇൻചാർജുമാരുണ്ട്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വൈഫ് ഇൻചാർജുമാരുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വളരെ കള്ളമാണ്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഒരു ചാൻസ് ഉള്ളത്, ഓക്കെ, ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഒരാളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത് ഉണ്ടോ ഇല്ലേ എന്ന് പിന്നെ പറയാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അതാണ്. അതായത് ഒളിഞ്ഞു നോക്കുക, അദ്ദേഹത്തിൻ്റെ രഹസ്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കുക. അതൊരു ചാൻസാണ്. ഒരാളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അയാൾ വേറെ ഏതെങ്കിലും ഭാര്യമാരെ സമീപിക്കുന്നതായിട്ടൊക്കെ കാണാൻ കഴിയും. ശരിക്കും ഇതൊരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ ഇങ്ങനെ ഒരു ഒളിഞ്ഞു നോട്ടം പറ്റൂല എന്നുള്ളതാണ് ശരിക്കും പണ്ഡിത സഭയായിട്ടുള്ള സമസ്തയുടെ മുഷാവറ പറഞ്ഞിട്ടുള്ളത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്പെസിഫിക്കായിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്, അങ്ങനെ ഒളിഞ്ഞു നോക്കലല്ല സമസ്തയുടെ പരിപാടി എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാവണം ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്തയും ഇതിനെ ഹോൾഡ് ചെയ്യാതിരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്താണുള്ളത്,
അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇന്ന ഏറ്റവും അടുത്ത പൊളിറ്റീഷ്യൻസ്, അതായത് MP മാരാവാം, MLA മാരാവാം, ഉദ്യോഗസ്ഥന്മാരാവാം, ഇങ്ങനത്തെ ആളുകൾ ഉസ്താദിന് ഇങ്ങനെ ഒരു അറിവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോഴും ഇതിൽ എന്തുകൊണ്ട് ലീഗ് അല്ലെങ്കിൽ ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാർ ഇതിനെ ഹോൾഡ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അത് എടുക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ അവർ ശരിവെക്കുക എന്നുണ്ടെങ്കിൽ അത് നേരെ അവരെ മേലേക്കാണ്. കാരണം അവരാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിങ്ങനെയാണെന്നാണ് സമൂഹം ധരിക്കുക. അപ്പം ഇത് ശരിക്കും ഈ ഹുദവി കുട്ടികൾ പറഞ്ഞത് ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യാൻ സമസ്തയുടെ മുഷാവറ അംഗങ്ങളോ രാഷ്ട്രീയക്കാരോ എത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തത് എന്തുകൊണ്ട് എത്തിയില്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തേണ്ടതുണ്ടോ, അതായത് നമ്മുടെ സമസ്തയുടെ പണ്ഡിത സഭയും ഉമറാക്കളും ഇതിലേക്ക് ഇറങ്ങേണ്ടതുണ്ടോ എന്നുള്ളതാണ്.